ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ആദ്യം വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും 1 കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. 10 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പുമാണ്. അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് നല്ലപോലെ അരച്ചെടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. സവാള ഇപ്പോൾ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ്. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. ആ ഒരു കണക്കിന് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്ന ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. അപ്പോൾ അത് ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഗ്രേവി കുറച്ചൊന്ന് കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് 1-ാം പാൽ ചേർക്കേണ്ടത്. ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിലേക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇതാ വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നാലേ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതിയാവും. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ വളരെ സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.